ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട്, പച്ച ചീരയാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. പയറിട്ടാണ് ഇന്ന് തോരൻ വെക്കുന്നത്, വൻപയറിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് നല്ല ചെന്നം ഭിന്നം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചീരയുടെ തണ്ട് ആദ്യമേ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ടിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് കട്ടിയുള്ള ഭാഗം തണ്ട് ഞാൻ ആദ്യമേ അരിഞ്ഞ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. വെന്തതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഇനിയൊന്ന് തട്ടിപ്പത്തി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തണ്ട് അത് വെന്ത് കിട്ടട്ടെ. ഒരു 3/4 ഭാഗം തണ്ട് വെന്തതിന് ശേഷം മാത്രം ചീര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തണ്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ചീരയ്ക്കെന്ന് എല്ലാവർക്കും അറിയാമില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ കുക്കറിൽ കുറച്ച് വൻപയർ കഴുകി വൃത്തിയാക്കി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൻപയർ വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അരപ്പും തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്. അതുകൊണ്ട് ചീരയും ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിൽ 2-3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തതാണ് പയർ. വൻപയറിന് പകരം ചെറുപയർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പയറും ചീരയുടെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് തയ്യാറാക്കിയത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉപ്പില്ലായിരുന്നു, ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് തോർത്തിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വൻപയർ ചീര തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. പയറിന് പകരം ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതലും ചീരയും ചക്കക്കുരുവിടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ചീരയുടെ കൂടെ വൻപയർ ചേർത്ത് കൊടുത്തത്. ചെറുപയറാണെങ്കിലും നല്ലതാണ്. ഇനി അരപ്പൂടൊക്കെ ഇട്ട് അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തോർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര വൻപയർ തോരൻ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ അരപ്പിൻ്റെ മാറണം, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒട്ടും കാണരുത്, നന്നായി തോർന്ന് കിട്ടണം. എന്നാൽ മാത്രമേ തോരന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ കുഴഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ട് നന്നായി നമുക്ക് തോർത്തിയെടുക്കാം നമ്മുടെ തോരൻ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പയറൊന്നും ഇട്ടാതെ തോരൻ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ തോരൻ റെഡിയാണ്. ഇനി നമുക്കിന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. തോരനുണ്ട്, പിന്നെ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് കപ്പയും കിട്ടിയിട്ടുണ്ട്, മീനും ഉണ്ട്. വങ്കട മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് മീൻ കറി ചെയ്താലോ. അപ്പം തോരൻ റെഡിയാണ്. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാം. വങ്കട മീനാണ്. അതൊക്കെ നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ ഇരിച്ചെടുക്കണം, ഇത്തിരി സമയം എടുക്കും. അപ്പോഴത്തേക്കും ഞാൻ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം. നാടൻ കറികളൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും വെളിച്ചെണ്ണയിൽ കറി വയ്ക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് മീൻ കറി. അപ്പം എണ്ണ ചൂടായി, ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടി ചേർക്കുമ്പം ചേർത്താൽ മതി. ഞാൻ ഉലുവയാണ് ഇട്ട് പൊട്ടിച്ചത്. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ചതച്ചാണ് ചേർക്കുന്നത്. ഇന്ന് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇത്തിരി ഇഞ്ചി അരിഞ്ഞതും അതുപോലെ ഇത്തിരി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം ഇന്ന് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ എല്ലാം മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ ചതച്ചാണ് എടുക്കുന്നത്. ഇന്ന് ചതച്ചതൊന്നുമില്ല, ഇന്ന് അരിഞ്ഞാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. ഒരു മണമുള്ള ഉണ്ടമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മണമാണ് ആ മുളകിന്. മീൻകറിയിലൊക്കെ കിടന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനപ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരപ്പ് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പായിരിക്കും.
അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്, പച്ചവെള്ളത്തിലല്ല. ചൂടുവെള്ളത്തിൽ തന്നെ കുഴയ്ക്കണം, അല്ലെങ്കിൽ പച്ചച്ചവ കാണും. നന്നായിട്ട് ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കഷ്ണമുള്ള മീനായതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ചെറു തീയിൽ വേണം വഴറ്റിയെടുക്കാൻ. നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് കുടംപുളി വെള്ളം ചേർത്ത്, കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തോട് തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളവും കൂടെ ഉപയോഗിക്കാം. അതിലേക്ക് പുളിവെള്ളവും കൂടെ ഇറങ്ങിക്കിട്ടും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തു. ഇനി മീൻ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിനി കറി തിളയ്ക്കാനായി വയ്ക്കാം. നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറി ഓരോരുത്തർക്കും അറിയാവില്ല, അവർക്ക് എന്തോരം കറി വേണം. അല്ല ഒരുപാട് ഗ്രേവിയിലാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല കുറുകിയ കറിയാണ് കഴിക്കുന്നത് അങ്ങനെ, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളങ്ങനെ ഒരുപാട് വെള്ളത്തിലല്ല കറി എടുക്കുന്നത്, എന്നാൽ അങ്ങ് കുറുകി വറ്റിച്ചുമല്ല എടുക്കുന്നത്. ഒരു ഇടത്തരം സൈസിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. നമ്മുടെ മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയൊക്കെയാണ്. അതിട്ട് കൊടുക്കാതിരുന്നാൽ എന്തോ ഒരു വല്ലായ്മയാണ് നമ്മുടെ മീൻ കറിക്ക്. നമ്മളങ്ങനെ ഇട്ട് കൊടുത്ത് ശീലിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. കറിവേപ്പില ഇല്ലെങ്കിൽ എന്തോ ഒന്നില്ലാത്തതുപോലെ. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ദണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ വങ്കട മീൻ ഇവിടെ റെഡിയാവും കേട്ടോ. അതാണ്ട് കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനതിലേക്ക് മീനുകളൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ തലയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ച് നമുക്ക് മീൻ കറി വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി ഒന്ന് വറ്റി കിട്ടുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം തന്നെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും വേറെ ചേർത്തിട്ടില്ല. അടച്ചു വെച്ച് എടുത്താൽ മാത്രം മതി. നമ്മുടെ മീൻ കറി ഇവിടെ സൂപ്പറാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയായ മീൻ കറി. പിന്നെ നമ്മൾ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ കപ്പ തന്നാൾ നമ്മളെ പറ്റിച്ചു കേട്ടോ. വേവുന്ന കപ്പയല്ലായിരുന്നു. ഒരിക്കലും അങ്ങനെ വരാറില്ല. നമ്മളെപ്പോഴും വാങ്ങുന്ന കപ്പ വേവുന്ന കപ്പയാണ്. പക്ഷേ ഇന്ന് വേവുമെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷേ എത്ര കുക്കറിൽ അടിച്ചിട്ടും കപ്പ വെന്തില്ല കേട്ടോ. എന്നാൽ പിന്നെ അരച്ച് ചേർക്കാമെന്ന് വേവാത്ത കപ്പയ്ക്ക് ഇത്തിരി അരപ്പരച്ച് ചേർക്കാമെന്ന് കരുതി തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞളും കാന്താരി മുളകും എല്ലാം കൂടെ അരച്ചാണ് ചേർത്തത്. ഇത്തിരി കറിവേപ്പിലയും കൂടെ അതിലേക്ക് അരച്ച് ചീനി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് ചേർത്ത് നമ്മളൊരു തവിയുടെ കണ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. കപ്പ കുഴഞ്ഞ് കിട്ടുന്നില്ല എന്നാൽ പിന്നെ ഇത്തിരി കടുകൂടെ വറുത്ത് ചേർക്കാമെന്ന് കരുതി അതിലേക്ക് നമ്മളിത്തിരി വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ വറവിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ കുഴച്ചത് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. കപ്പ കുഴച്ചതുണ്ട്, വേവാത്ത കപ്പ കുഴച്ചതുണ്ട്, പിന്നെ വങ്കടക്കറിയുണ്ട്, ചീരയും വൻപയറും കൂടെ തോരൻ വെച്ചതുണ്ട്, പിന്നെ രാവിലത്തെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ക്യാരറ്റ് തോരനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമ്മുടെ ഉച്ചയൂണിന്. അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് ഇതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. രാവിലെ വെച്ച ചോറായതുകൊണ്ട് ചോറിന് ചൂടില്ല കേട്ടോ. മോന് സ്കൂളിൽ പോകേണ്ട ദിവസം രാവിലെ ചോറ് വയ്ക്കും. അപ്പം പിന്നെ ചോറിന് ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ ചൂട് കാണത്തില്ല. രാവിലെ ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീരയും വൻപയറൂടെ നമ്മൾ തോരൻ വെച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് തോരൻ, അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കപ്പ കുഴച്ചത്, നമ്മുടെ കപ്പ ഇന്ന് വെന്തില്ല, നമ്മളെ പറ്റിച്ച് കളഞ്ഞു കടക്കാർ. അപ്പം നല്ല വേവാത്ത നമ്മുടെ കപ്പയും. പക്ഷേ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കടുവൊക്കെ വറുത്ത് അരപ്പൊക്കെ ചേർത്ത് വേവാത്ത കപ്പ തിന്നുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കുഴഞ്ഞ കപ്പ തിന്നുമ്പോൾ കിട്ടുന്ന ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും നമുക്ക് ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത്തിരി ഇലിമ്പിപ്പുളി അച്ചാർ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻകറിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചയൂണെല്ലാം റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാൻ കേട്ടോ. അപ്പോൾ ദാണ്ടെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. രാവിലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു, അത് ചോറിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇത്തിരി ഇരുന്നോട്ടെ നീ സാമ്പാർ, ഇത്തിരി ആഡംബരം ആയിക്കോട്ടെ. അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ പറഞ്ഞോട്ടെ. ടാറ്റ.